ഷാർജ അൽ മജാസിനോട് ചേർന്നിട്ടുള്ള ഒരു വാട്ടർഫ്രണ്ട് കമ്മ്യൂണിറ്റിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ അൽ ഖസബ എന്ന് പറയുന്ന സ്ഥലം. ഈ കാണുന്ന അൽ ഖസബ കനാലും ഇതിൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ടുള്ള കെട്ടിടങ്ങളും, ആ കെട്ടിടങ്ങളിൽ ആർട്ട് സെൻ്ററുകളുണ്ട്, അതുപോലെ കിഡ്സ് ഫൺ ഏരിയകളുണ്ട്, പിന്നെ ഒരുപാട് ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള സെൻ്ററുകളും ഷോപ്പിംഗ് സെൻ്ററുകളും മറ്റനേകം കൗണ്ടറുകളും ഒക്കെയുള്ള ഈ മനോഹരമായ സ്ഥലത്തെയാണ് അൽ ഖസബ എന്ന് പറയുന്നത്. ഇത് ഷാർജയിലെ ഒരു പ്രധാനപ്പെട്ട ഈവനിങ് ഹാങ് ഔട്ട് സ്പോട്ടായിട്ട് നമുക്ക് പറയാം. നേരത്തെ പറഞ്ഞു ഇതൊരു പ്രധാനപ്പെട്ട ഈവനിങ് ഹാങ് ഔട്ട് സ്പോട്ട് ആണെങ്കിലും ഇപ്പോൾ ഇവിടെ ആളുകൾ വളരെ കുറവാണ്. ഞങ്ങൾ തന്നെ വന്നിരിക്കുന്നത് ഏകദേശം 5-5:30 കൂടിയിട്ടാണ്. ഒരു വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ലൈറ്റുള്ള സമയം നോക്കിയിട്ട് ഞാനിവിടെ എത്തിയത്. പക്ഷെ ഇപ്പം എന്നെ കണ്ടാൽ തന്നെ അറിയാം, ഞാൻ വളരെ തുച്ഛമായ സമയം കൊണ്ട് തന്നെ വിയർത്ത് തുടങ്ങി. ഒന്നാമത് ഈ തൊട്ടടുത്ത് ഈ കനാൽ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ഹ്യൂമിഡിറ്റിയും ഒക്കെ ഉണ്ടാവും. ചൂടല്ലാത്ത സമയത്ത് വളരെ നല്ല ഒരു വൈബ് തരുന്ന സ്ഥലമായിരിക്കും ഇത് എന്ന് ഉറപ്പുണ്ട്. ഇപ്പോൾ അൽ ഖസബ കനാലിന് മുകളിലൂടെ പണിതിട്ടുള്ള മനോഹരമായ വർണ്ണാഭമായ ഒരു ചെറിയ പാലത്തിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഈ കനാലിൻ്റെ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നടപ്പാതയാണ് ഇത്. ആളുകൾ സൈക്കിളുമായിട്ടും ഒക്കെ ഇതുവഴി പോകുന്നുണ്ട്. ഇവിടെ ഒരുപാട് ടൂറിസം ആക്ടിവിറ്റികളുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് ഇവിടുത്തെ ഒരു ബോട്ട് സർവീസ്, ബോട്ട് ഡ്രൈവ് എന്നുള്ളത്. നമ്മൾ ആ ബോട്ട് സർവീസിൻ്റെ അടുത്തേക്ക് ഒന്ന് പോവാം. നമുക്ക് സ്വന്തമായിട്ട് ബോട്ട് ഓടിക്കാൻ അനുവദിക്കും എന്നാണ് ഞാൻ അറിഞ്ഞിടത്തോളം മനസ്സിലായത്. അങ്ങനെ അനുവദിപ്പിക്കുമെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് ഒരു ചെറിയ ബോട്ട് ഡ്രൈവിനും കൂടി പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ പാലം കയറി മറുകരയിൽ നിന്നും അക്കരയിൽ നിന്നും ഇക്കരയിലേക്ക് എത്തിയിരിക്കുന്നു. ഇക്കരയാണ് ബോട്ട് സർവീസ്. നമുക്ക് പോയി നോക്കിയിട്ട് വരാം. 15 മിനിറ്റ് ഈ കനാലിലൂടെ ഓടിക്കണം. എവിടം വരെ പോയിട്ട് വരാം? ആ, ഇത് സ്പീഡ് കൺട്രോളിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ, കോൺസ്റ്റന്റ് ആണ്. നമ്മൾ ആക്സിലേറ്റർ ചെയ്താൽ അങ്ങനെ പോകുന്നേ ഉള്ളൂ. പിന്നെ ബ്രേക്കിന് റിവേഴ്സ് ഗിയർ. എന്ത് പറയുന്നു? ഞങ്ങൾക്ക് അകത്ത് കയറിയിട്ട് ഡ്രൈവർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? വെള്ളത്തിൽ വെച്ചിട്ട് മറിയോ? ഒരാളങ്ങോട്ട് ഇങ്ങോട്ട് മാറി ഇരിക്കുന്ന ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ, ഈ സോഫ ബോട്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. 50 ദിർഹംസ് ആണ്. 15 മിനിറ്റിനുള്ളിൽ തിരിച്ചു വരണം. അതാണ് 15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ തിരിച്ചു വരണം. തിരയില്ലാത്ത ഈ കനാലിലൂടെ ഈ ചെറിയ ബോട്ടൊന്ന് ഡ്രൈവ് ചെയ്യാം. ഇവർ നമുക്ക് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ഒക്കെ പറഞ്ഞു തരും. എന്തോ ആത്മീയ അപ്പം എന്നാൽ ഞാനും കൂടി ബോട്ടിലൊന്ന് കയറാം. ഇതൊരു പ്രത്യേകതരം ബോട്ടാണ്, വളരെ പരന്നിട്ടുള്ള നല്ല അടിപൊളി ബോട്ട്. അയ്യോ, അപ്പോൾ മറ്റു വണ്ടികളിൽ നിന്ന്, മറ്റു ബോട്ടുകളിൽ നിന്ന് അകലം പാലിക്കുക എന്നത് മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ പ്രധാനമായിട്ടും. പിന്നെ ഇവിടെ ഇത് 1ാമത്തെ ബ്രിഡ്ജിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് ഒരു ബ്രിഡ്ജ് കൂടിയുണ്ട്. ഈ രണ്ട് ബ്രിഡ്ജിന്റെ അടുത്ത് വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ കൺട്രോൾ സ്റ്റേഷനിൽ ഇരിക്കുന്നവർക്ക് ഈ 2 ബ്രിഡ്ജിന്റെ അടുത്ത് വരെ കാണാൻ പറ്റും. അതാണ് അതിന്റെ. അവിടെ നമ്മൾ യു ടേൺ എടുത്തോ, ആ യു ടേൺ അവിടെ സ്റ്റോപ്പ് ചെയ്ത് യു ടേൺ എടുത്ത് തിരിക്കണം. എനിക്ക് അവിടെ 20 മിനിറ്റാണ് അവർ പരമാവധി അലോ ചെയ്തിട്ടുള്ളത്. അവിടെ പോയി വരുമ്പോഴത്തേക്കും 20 മിനിറ്റ് ആവും. അപ്പൊ ഏതായാലും എനിക്കും പറയാനുള്ളത് 50 ദിർഹംസ് ആണ്. എങ്കിലും ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വന്നിട്ട് ഇതൊന്ന് എൻജോയ് ചെയ്ത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. രസമുണ്ട്. നമുക്ക് ഒരു വളരെ പതുക്കെ പോകുള്ളൂ. ഇവരതിന്റെ സ്പീഡ് അങ്ങനെ അധികം റൈസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലൊന്നല്ല വെച്ചിട്ടുള്ളത്. സ്പീഡ് വളരെ കോൺസ്റ്റന്റ് ആയിട്ട് അവർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. ആ സ്പീഡിൽ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ അതിന്റെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുക എന്നത് മാത്രമാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മൾ 2ാമത്തെ പാലത്തിന് അടുത്തുവരെ എത്തി. ഈ 2ാമത്തെ പാലത്തിന് അപ്പുറത്തേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല, അവരവിടെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ സ്ലോ ചെയ്തിട്ട് പതുക്കെ യു ടേണോ റിവേഴ്സോ ഒക്കെ എടുത്തിട്ടാണ് നമുക്ക് പോവേണ്ടത്. വണ്ടി പതുക്കെ യു ടേൺ ആവുന്നുണ്ട്. ഒരു കാറ്റുണ്ട്. ആ കാറ്റിന്റെ ഒരു ചെറിയ എഫക്റ്റ് ഇതിൽ കിട്ടുന്നുണ്ട്. ഇനി ഡ്രൈവ് വിട്ടോ. മൂന്ന് പേർക്കാണ് ഈ ബോട്ടിൽ യാത്ര അലോഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഡ്രൈവർമാർക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. 3 പേർക്കും സേഫ്റ്റി ജാക്കറ്റ് ഉണ്ടാവും. ഇനി ഒരാൾ മാത്രമായിട്ട് വരികയാണെങ്കിലും അയാൾക്കും ഈ ബോട്ടിൽ ഉപയോഗിക്കാം, ഡ്രൈവ് ചെയ്യാം. 50 ദിർഹംസ് കൊടുക്കണം. 2 പേര് വരുമ്പോൾ പെർ ഹെഡ് 25. അങ്ങനെ 3 പേര് വരികയാണെങ്കിൽ അതിനനുസരിച്ച് പെർ ഹെഡ് ചാർജ് കുറയുന്നേ ഉള്ളൂ. ആ ടൈം ഡ്യൂറേഷൻ അത് തന്നെ ആയിരിക്കും, 20 മിനിറ്റ് തന്നെ ആയിരിക്കും. 3 പേർക്ക് മാറി ഓടിച്ചൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ 3 പേർക്ക് മാറി ഓടിച്ചൊക്കെ നോക്കാം.
അപ്പോൾ ഏതായാലും ബോട്ട് ഓടിക്കണം എന്നുള്ള ആ കൊതിയും കൂടി നമ്മൾ അങ്ങ് നിറവേറ്റിയിരിക്കുന്നു. ഇവിടെ ആകുമ്പോൾ പിന്നെ പ്രത്യേകം നമുക്ക് ആ സേഫ്റ്റിയും മറ്റു കാര്യങ്ങളും ഒക്കെ വേണ്ടതുപോലെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ സേഫ്റ്റി ജാക്കറ്റ് ഉണ്ട്. ഈ കനാലിന് ഞാൻ പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഒരു 8 അടിയൊക്കെ താഴ്ച ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. പിന്നെ അവരുടെ കാഴ്ചയിലും കൺട്രോളിലും നിൽക്കുന്നിടത്ത് മാത്രമാണ് നമ്മൾ ഓടിക്കുന്നത്, അതൊരു കാര്യം. പിന്നെ അവരോട് സംസാരിക്കാൻ ഇവിടെ വാക്കി ടോക്കി വെച്ചിട്ടുണ്ട്, അത് മറ്റൊരു കാര്യം. അപ്പം അങ്ങനെയൊക്കെയാണ്. അവിടെ നിന്ന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. We completed successfully. പാർക്കിംഗ് മാത്രമേ ഒരു രസമില്ലായ്മ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഒന്നും വീട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് ആയുധങ്ങൾ വെച്ച് കീഴടങ്ങാം. ഉദ്വേഗജനകമായ നിമിഷങ്ങൾക്ക് ശേഷം നമ്മൾ അങ്ങനെ തിരിച്ച് വീണ്ടും കരയിലേക്ക് എത്തിയിരിക്കുന്നു. സംഭവം കൊള്ളാം കേട്ടാ. അപ്പൊ നാവട്ടെ, വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ. ഇപ്പൊ ഈ കര കുറച്ചും കൂടിയൊക്കെ സജീവമായിട്ടുണ്ട്. ഒരാള് ജീവനും കൊണ്ട് ഓടുന്നു. കുറച്ചുകൂടി ചൂട് കുറഞ്ഞു. അപ്പൊ ബോട്ടിൽ കയറാൻ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നമ്മൾ വന്നതിന് ശേഷം തന്നെ അത് നല്ലൊരു അങ്ങനെയാണ്. ഞങ്ങളൊരു റെസ്റ്റോറന്റിൽ കയറി കഴിഞ്ഞാൽ അത്രയും നേരം അവിടെ ആളില്ലെങ്കിലും ഞങ്ങൾ കയറി കഴിഞ്ഞാൽ അവിടെ അങ്ങ് തിരക്കാവും. അതുപോലെ നമ്മൾ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോയാലും നമ്മൾ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തിരക്കാവും. അതാണ് ഞങ്ങളുടെ ഒരു ഐശ്വര്യം. അപ്പോൾ ഈ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് കൂടിയാണ് പ്രധാനമായും ബോട്ട് ഓടിച്ചു നോക്കാൻ. ബോട്ട് പോകാൻ വേണ്ടിയാണെങ്കിൽ വേറെ ഒരുപാട് ഓപ്ഷൻ. ഒരു ദിറംസ് കൊടുത്താൽ അപ്പറയിൽ കയറാം, 2 ദിറംസ് കൊടുത്താൽ ആർട്ടിയുടെ ബോട്ടിൽ കയറാം. പക്ഷേ ബോട്ട്, അതായത് ഞാനിവിടെ വരാനുള്ള ഒരേ ഒരു കാരണം അതാണ്. ഒന്ന്, ഈ സ്ഥലത്ത് ഒരു ആംബിയൻസ് നല്ലൊരു ആംബിയൻസ് ആണ്. അത് മാത്രമല്ല കുറച്ച് സമയത്തേക്കാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ബോട്ട് ഓടിക്കാം എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞു, ഈ ത്രില്ലർ ക്രൂയിസ് ഇഷ്ടമുള്ള ആളുകൾക്ക് ഒരു ബോറിംഗ് ഫീൽ ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ആക്സിലേറ്റർ കൺട്രോൾ നമ്മുടെ കയ്യിലല്ല. ആകെ 2 ഗിയറേ ഉള്ളൂ. ഫിക്സഡ് സ്പീഡാണ്. ആ സ്പീഡിലാണ് അത് പോകുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ടിംഗ് മാത്രമല്ല അവിടെ ഉള്ളത്. പ്രധാനപ്പെട്ട ഷാർജയിലെ പല ടൂറിസ്റ്റ് ആക്ടിവിറ്റികളുടെയും ഒരു കണക്റ്റിംഗ് പോയിന്റ് ആണിത്. അബ്ര സർവീസ്, ഷാർജയിലെ സിറ്റി ബോട്ട് ടൂറ്, അതുപോലെ ഓപ്പൺ ബസ്സിന്റെ ബിഗ് ബസ് ഓപ്പൺ ബസ്സിന്റെ സർവീസുകൾ, അങ്ങനെ പല ഷാർജ ടൂറിസത്തിന്റെ പ്രധാനപ്പെട്ട ഓപ്ഷനുകളും ഇവിടെ അവൈലബിൾ ആണ് ഇതിന്റെ ചുറ്റുവട്ടങ്ങളിൽ. പിന്നെ അതുപോലെ കിഡ്സ് ഫൺ ഹൗസ് ഉണ്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെ. ആർട്സ് കൾച്ചറൽ സെന്റർ ഉണ്ട്. അവിടെയൊക്കെ ഇപ്പം പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അങ്ങനെ പല നിലയ്ക്ക് കൾച്ചറലായി, അതുപോലെ ടൂറിസം റിലേറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ നോർമൽ ഹാങ് ഔട്ടുകൾക്ക്, ഫാമിലി ഹാങ് ഔട്ടുകൾ എന്ന നിലയ്ക്കൊക്കെ വളരെ സജീവമായിരിക്കുന്ന ഒരു പ്രദേശമാണിത്. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റു വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും മഅസ്സലാമ. ഞാൻ ബോട്ട് ഓടിക്കാൻ തരാമെന്ന് വെച്ചെങ്കിലും പറഞ്ഞെങ്കിലും ഞാൻ ശരിക്കും വിചാരിച്ചില്ല ശരിക്കും നമ്മുടെ കയ്യിൽ ഫുള്ളായിട്ട് തന്നു വിടുമെന്ന്. ഞാൻ വീണ്ടും ചോദിച്ചു, ഇവരുടെ ആരും കൂടെ വരില്ലേ എന്ന് ചോദിച്ചത് അതുകൊണ്ടാണ്. പക്ഷേ ബോട്ട് ഓടിക്കുന്നത്, നമ്മളിപ്പോൾ ഇവൻ വള്ളത്തിൽ കയറുന്ന ആ ഒരു ത്രില്ലൊന്നും ഇല്ലായിരുന്നു. ശരിക്കും നമ്മൾ ഭയങ്കര കംഫർട്ടായിട്ട് കാറിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഓപ്പൺ കാറൊക്കെ ഇങ്ങനെ നമ്മൾ ഈ ടോയ് കാറിൽ ഓടിക്കത്തില്ലേ ഇങ്ങനെ അമ്യൂസ്മെന്റ് പാർക്കിൽ പോകുമ്പോൾ ആ ഒരു ഇതാണ് തോന്നിയതെങ്കിലും ഓളം വന്നിട്ട് ഇങ്ങനെ തട്ടുമ്പോ പിന്നെ അത് മാത്രമല്ല എന്താ പറഞ്ഞ ആ ഓളം വന്നിട്ട് ഇങ്ങനെ തട്ടുമ്പോ അപ്പോഴാണ് നമുക്ക് ചെറിയൊരു റിച്ചിലൊക്കെ ഫീൽ ചെയ്യും. പിന്നെ നമ്മളൊന്ന് അവിടെ ചെന്നു അപ്പോഴേക്ക് നമ്മളൊന്ന് സ്റ്റഡി ആകുമ്പോഴത്തേക്ക് തിരിക്കാറായി. പിന്നെ തിരിച്ച് വീണ്ടും സ്റ്റഡി ആകുമ്പോഴത്തേക്ക് എത്താറായി. ശരിക്കും നമ്മൾ 20 മിനിറ്റ് ഉപയോഗിച്ചില്ലെന്ന് തോന്നുന്നു. ഇല്ല, നമ്മൾ പെട്ടെന്ന് തിരിച്ചുകൊണ്ട് കൊടുത്തു തോന്നുന്നു. വേണമെങ്കിൽ റൗണ്ട് കൂടെ പോവായിരുന്നു. അവരൊന്നും പ്രത്യേകം ഒന്നും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോ സമ്മതിച്ചാനെ. അതങ്ങനെയുള്ളവർക്ക് ടൈം കറക്റ്റ് നോക്കി വേണമെങ്കിൽ റൗണ്ട് ഒക്കെ എടുക്കാം. അവര് ഒരു റൗണ്ട് ഒന്നും അല്ല പറയണത്, കറക്റ്റ് 15-20 മിനിറ്റാ പറയണത്. അപ്പോൾ സമയം നോക്കിയിട്ട്